യുവത്വത്തിൻ്റെ വേറിട്ട കാഴ്ചകളിലേക്ക്, ടെക് ലോകത്തെ പുത്തൻ വിശേഷങ്ങളിലേക്ക്, ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഒരു കാലത്ത് നിലത്തുകളുടെ രാജാക്കന്മാരായിരുന്നു SD ബൈക്കുകൾ. ആ ബൈക്കുകളുടെ പ്രൗഢിയും പ്രതാപവും കാത്തുസൂക്ഷിക്കുന്ന ഒരു കൂട്ടായ്മയാണ് ലോഗിൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. കേരളത്തിലെ ആദ്യ SD മോട്ടറിംഗ് ക്ലബ്ബായ സ്മോക്കിംഗ് ബാരൽസിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ലോഗിനിൽ ആദ്യം. ഞങ്ങളുടെ ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്തത് 2008 കാലഘട്ടത്തിലാണ്. വേറെ ഒരു 3-4 പേര് ചേർന്നാണ് ഇത് തുടങ്ങിയത്. പിന്നീട് അവർ ജോലി സംബന്ധിച്ചും അങ്ങനെയൊക്കെ പല വഴിക്കായപ്പോൾ ക്ലബ്ബ് 2010 തൊട്ട് ഞാൻ മോഡറേറ്ററായിട്ട് അതിനുമുമ്പ് ഞാൻ വന്നു. പക്ഷേ മോഡറേറ്ററായത് 2010 തൊട്ടായിരുന്നു. 10 തൊട്ട് ഇവിടെ അതിന് മുമ്പും ജാവ ഡേ ഇവിടെ ആഘോഷിക്കാറുണ്ട്. പിന്നെ ഞങ്ങളുടെ ക്ലബ്ബിൽ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ലൈവ് മെമ്പേഴ്സ് 35-40 പേര് ആണ് ഉള്ളത്. അല്ലാതെ ട്രിവാൻഡ്രത്ത് എല്ലാം കൂടെ ഒരു 10-200 പേരുടെ വണ്ടിയുണ്ട്. ഞങ്ങളുടെ കയ്യിൽ ക്ലബ്ബിൽ റെയറായിട്ടുള്ള വണ്ടികൾ ഉൾപ്പെടെ 69 ജാവ തൊട്ട് 96 SD റോഡ് കിങ് വരെ ഞങ്ങളുടെ ശേഖരത്തിലുണ്ട്. അപ്പോൾ റൈഡുമായിട്ട് ഇഷ്ടപ്പെട്ട് ഈ വണ്ടി ഇഷ്ടപ്പെടുന്നവരതിനേക്കാൾ ഉപരി റൈഡിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെയാണ് ഞങ്ങൾ കൂടുതലായിട്ട് ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. കാരണം വെറുതെ വണ്ടി വീട്ടിൽ വച്ചിരിക്കുന്ന ആൾക്കാരെ ഞങ്ങളതങ്ങനെ പ്രോത്സാഹിപ്പിക്കാറില്ല. റൈഡ് ആണ് ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം. ഞങ്ങളുടെ ഇത് എല്ലാ വർഷവും 3 റൈഡ് വെച്ചാണ് ഞങ്ങൾ നടത്താറ്. ഞങ്ങളുടെ ക്ലബിലുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ കാശ്മീർ കന്യാകുമാരി 2 പേര് പോയിട്ടുണ്ട് SD. അത് ഫസ്റ്റ് ടൈം കേരളത്തിൽ ഫസ്റ്റ് ടൈമാണ് കേരളത്തിലുള്ളൊരു മലയാളി ചെയ്തതിൽ. റൈഡ് മാത്രം ആഗ്രഹിക്കുന്നവരുടെ ഒരു കൂട്ടായ്മ. ഞങ്ങളുടെ കയ്യിൽ ഇമ്പോർട്ടഡ് ജാവ ട്വിൻ സിലിണ്ടർ 350 ഉണ്ട്, പ്ലസ് SD 175, പിന്നെ മൊണാർക്ക്, പിന്നെ റോഡ് കിങ് തന്നെ 2 വേരിയൻ്റ് ഉണ്ട്. റോഡ് കിങ്ങിൻ്റെ ആദ്യത്തെ മോഡൽ ഓയിൽ കിങ് അതുകൊണ്ട്, പിന്നെ അല്ലാതെ റോഡ് കിങ്ങും ഉണ്ട്. ഇതൊക്കെയാണ് ഞങ്ങളുടെ ഉള്ളത്. പിന്നെ D250 ക്ലാസിക്. റോഡ് കിങ്ങിൻ്റെ SD-യുടെ 1-2 മോഡൽസ് ഒഴിച്ച് 2-3 മോഡൽസ് ഒഴിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. ബാക്കിയെല്ലാ മോഡൽസും ഞങ്ങളുടെ കയ്യിലുണ്ട്. ഈ ക്ലബ്ബ് സ്മോക്കിംഗ് ബാരൽസ് TJYMC ഇത് 2008 ചെറിയൊരു ക്ലബ്ബായിരുന്നു. ഒരു 5-6 പേരോ ഒരു 10 പേർക്കകത്ത് SD-യോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രം സ്റ്റാർട്ട് ചെയ്തൊരു ക്ലബ്ബാണ്. മെയിൻലി നിലവിൽ ഇപ്പോൾ നമ്മൾ 2017 നിൽക്കുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ഫിൽട്ടർ ചെയ്ത് ഒരു 35-40 പേര് മാത്രമുള്ളൊരു ക്ലബ്ബാണ്. ഒരുപാട് പാർട്ടിസിപ്പൻസും എല്ലാവരും ഉണ്ട്, മെമ്പേഴ്സ് ഇഷ്ടം പോലെ പേരുണ്ട്. പക്ഷേ ഈ ഒരു 35-40 പേര് വണ്ടി ഓട്ടിക്കുന്ന ആൾക്കാർ മാത്രമാണ്. ഡെയിലി യൂസാണ് നമ്മൾ മെയിൻ നോക്കുന്നത്. പിന്നെ എന്തായാലും ഒരു 2 months 3 monthsiനിടയ്ക്ക് നമ്മൾ ലോങ് റൈഡ് പോകുന്നുണ്ട്. പെർ മന്ത് ബ്രേക്ക്ഫാസ്റ്റ് റൈഡുണ്ട്. അതിലും എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ഉണ്ട്. ഇപ്പം ഈ ഇടയ്ക്ക് കല്ലാറ് വെച്ചിട്ട് ഒരു ഫാമിലി മീറ്റ് ഉണ്ടായിരുന്നു. അതിൽ ഫാമിലിയോടെ തന്നെയാണ് എല്ലാ റൈഡേഴ്സും വന്നത്. പിന്നെ ഈ വണ്ടിയുടെ ഇഷ്ടം മാത്രമാണ്, അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല. ഇവിടെ ഒരുപാട് ക്ലബ്ബുകളുണ്ട്. എല്ലാവരും ഫേസ്ബുക്കിൽ കൂടി ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ ഒന്ന് കത്തുകൂടാനോ മാത്രമായിട്ട് സ്റ്റാർട്ട് ചെയ്തൊരു ക്ലബ്ബാണ്. പക്ഷേ നമ്മൾ എങ്ങനെ ആയാലും ഈ വണ്ടി ഇപ്പം റോഡിൽ ഇറക്കണം. ഒരുപാട് നമുക്ക് പ്രശ്നങ്ങളുണ്ട്. ഇപ്പം പാർട്സ് ആയാലും മെക്കാനിക്കിൻ്റെ ആയാലും. ഇപ്പോൾ എൻ്റെ അച്ഛൻ തന്നെ പറയുന്നുണ്ട്, വണ്ടി ഓടുമോ ഇത്, നിങ്ങൾ ചുമ്മാ പറയുവാണ്, വണ്ടി ഓടത്തില്ല. പക്ഷേ ഇപ്പം എൻ്റെ വീട്ടിൽ ഓൾമോസ്റ്റ് അവർക്കറിയാം, ഞാൻ വണ്ടി എടുത്ത് പോവുകയാണെങ്കിൽ ഒരു 500 kilometers എങ്കിലും നമ്മൾ റൈഡിന് പോവുകയാണെങ്കിൽ പോകും. ആ ഒരു വിശ്വാസമാണ് നമ്മളുടെ വണ്ടിയിലും. ഇപ്പം നമ്മൾ ഇത്രയും പേര് ഇവിടെ ഈ ഒരു 2017 നിൽക്കുന്നതിൻ്റെ മെയിൻ റീസൺ വണ്ടിയോടുള്ള സ്നേഹവും വിശ്വാസവും മാത്രമാണ്. ഞാൻ 3 years ആയിട്ട് ക്ലബ്ബിൽ ആക്റ്റീവാണ്.
ഇവിടെ ട്രിവാൻഡ്രത്ത് നമ്മൾ വർഷത്തിൽ ഒരിക്കൽ ജാവ ഡേ സെലിബ്രേറ്റ് ചെയ്യും. ഇവിടെ ട്രിവാൻഡ്രത്തുള്ള എല്ലാ വണ്ടികളും വന്ന് മാനയും വീതിയും വന്ന് മീറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ ഷോർട്ട് റൈഡ് ഉണ്ട് ശംഖും വരെ, എല്ലാ വർഷവും ഉള്ളതാണ്. ഇതല്ലാതെ നമ്മൾ വർഷത്തിൽ ഒരിക്കൽ സദൺ റൈഡ് എന്ന് പറഞ്ഞിട്ട് ഓൾ ഇന്ത്യ മീറ്റ് ഉണ്ട്. എല്ലാം ഇവിടെ കേരള ഫുൾ, തമിഴ്നാട് ഫുൾ ആൻഡ് കർണാടക ഫുള്ളുള്ള എല്ലാ ക്ലബ്സും വന്ന് നമ്മൾ കോമൺ ഒരു പോയിന്റ് മീറ്റ് ചെയ്യും. എന്നിട്ട് അവിടെ 3 ദിവസം വന്ന് സെലിബ്രേറ്റ് ചെയ്തിട്ട് തിരിച്ച് വീട്ടിൽ പോകും. ഇതേപോലെ തന്നെ ഓൾ കേരള മീറ്റ് ഉണ്ട്. ഇവിടെ കേരളത്തിലുള്ള എല്ലാ ക്ലബ്സും ഇന്ന് മീറ്റ് ചെയ്യും. അതിൻ്റെ പേര് സ്പൈസ് ട്രെയിൽ എന്നാണ്. നമ്മളിപ്പോൾ നെക്സ്റ്റ് വീക്ക് ഒരു ധനുഷ്കോടി ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് ക്ലബ്ബിൽ കുറച്ച് പേര് വെച്ച്. അതിപ്പോൾ കറൻ്റ് 7 പേര് പോകാൻ വേണ്ടി ഇരിക്കുകയാണ്. ഇത് എൻ്റെ വണ്ടിയാണ്, KBF 5170. എൻ്റെ വണ്ടിയല്ല, എൻ്റെ അച്ഛൻ്റെ വണ്ടിയാണ്. ഇത് 1982 എൻ്റെ അച്ഛൻ വാങ്ങിയ വണ്ടിയാണ്. സെക്കൻഡ് ഹാൻഡായിട്ടാണ് എൻ്റെ അച്ഛൻ അന്ന് വാങ്ങിയത്. അന്ന് മുതൽ അച്ഛൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടിയാണ്. അച്ഛൻ 96 ഈ വണ്ടി വേറൊരാൾക്ക് വിറ്റു. അയാളുടെ നിന്ന് ഞാനിത് 2010 തിരിച്ചു വാങ്ങി. എനിക്ക് എൻ്റെ ജീവിതമായിട്ട് ഒത്തിരി അറ്റാച്ച്മെൻ്റ് ഉള്ള വെഹിക്കിളായതുകൊണ്ടാണ് ഈ വണ്ടി ഞാൻ തപ്പി പിടിച്ച് തിരിച്ചു വാങ്ങിയത്. എൻ്റെ കൊച്ചിലെനിക്ക് ഇത്ര വണ്ണമൊന്നുമില്ലായിരുന്നു. അപ്പോൾ അച്ഛൻ, അമ്മ, ചേച്ചി, ഞങ്ങളുടെ 4 പേരുടെയും യാത്രയ്ക്ക് ഞങ്ങൾ ഇതായിരുന്നു പ്രിഫർ ചെയ്തുകൊണ്ടിരുന്നത്. ഒരു നൊസ്റ്റാൾജിയ ആയിട്ട് തന്നെയാണ് ഈ വണ്ടി ഇപ്പോഴും കീപ്പ് ചെയ്യുന്നത്. എൻ്റെ റൈഡ്സ്, ഞാൻ യാത്രകളൊക്കെ ഒത്തിരി പോകാറുണ്ട്. എൻ്റെ റൈഡ്സ് എല്ലാം ഞാൻ സ്റ്റാർട്ട് ചെയ്തത് SDയിലാണ്. ഈ വണ്ടി തന്നെയാണ് എൻ്റെ ഏറ്റവും ദൂരം ഞാൻ റൈഡ് ചെയ്തിട്ടുള്ളത്. ഈ വണ്ടി തന്നെയാണ് ഏറ്റവും കൂടുതൽ കിലോമീറ്റേഴ്സ് കവർ ചെയ്തിട്ടുള്ളത്. ഈ വണ്ടി തന്നെയാണ്. ഞാൻ 2014 തൊട്ടേ ക്ലബിലുണ്ട്. നമ്മൾ ഇതുവരെ ഉള്ള എല്ലാ റൈഡും പോകാൻ പറ്റാറുണ്ട്. അപ്പോൾ നമുക്ക് ഓൾ കേരള മീറ്റും ഉണ്ട്, ഓൾ ഇന്ത്യ മീറ്റും ഉണ്ട്. 2014 തൊട്ട് എല്ലാ മീറ്റും നമ്മൾ പോകാറുണ്ട്. നമ്മളെ വണ്ടിയെല്ലാം മൈസൂരാണ് പണിയുന്നത്. നമുക്ക് കാരണം മൈസൂർ പണിയാൻ കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ഒറിജിനൽ സ്പേഴ്സ് കിട്ടുന്നുള്ളൂ. പിന്നെ അവിടെ ലേബറും കുറവാണ്. ഇവിടുത്തെ മെക്കാനിക്കുമാർ പൊതുവേ പണി ചെയ്യുന്നത് വളരെ മോശമായതുകൊണ്ടാണ് നമ്മൾ മൈസൂർ തന്നെ വിടുന്നത്. ഇവിടെയുള്ള എല്ലാവർക്കും ചെയ്യുന്ന പണിയോട് അത്ര കറക്റ്റ് അല്ല. നമുക്ക് വണ്ടി ഇത്ര മെയിൻറ്റെയിൻ ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ട് അതുകൊണ്ട് തന്നെയാണ്. പിന്നെ നമ്മളിപ്പം നമുക്ക് എവിടെ വേണോ വണ്ടി നമുക്ക് എടുത്തുകൊണ്ട് പോകാം ധൈര്യമായിട്ട്. കാരണം ആ മൈസൂർ പണിയുന്നതിൻ്റെ ഇതിൻ്റെ ബലത്തിലാണ് നമ്മൾ എവിടെയാണെങ്കിലും കൊണ്ടുപോകുന്നത്. ഇവിടെയുള്ള മെക്കാനിക്കുമാരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അവിടെ 3-1 ആവുന്നുള്ളൂ. പിന്നെ ഒറിജിനൽ സ്പേഴ്സ് കിട്ടും. ഇവിടെ സ്പേഴ്സ് എല്ലാം ഡ്യൂപ്ലിക്കേറ്റാണ് വരുന്നത്. അത് ഇരട്ടി വിലയ്ക്കാണ് വിൽക്കുന്നത്. ഇഷ്ടംപോലെ ആൾക്കാർ OLXൽ ഡ്യൂപ്ലിക്കേറ്റ് സാധനം ഒറിജിനലാണെന്ന് പറഞ്ഞ് വിൽക്കുന്നുണ്ട്. നമ്മുടെ ക്ലബ്ബിൽ ഒറ്റ ബ്രോക്കർമാരില്ല, അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ എൻ്റർടൈൻ ചെയ്യാറുമില്ല. ഫസ്റ്റ് ഞങ്ങളുടെ ഈ ഒരു ലഡാക്ക് ട്രിപ്പ് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു വലിയ പ്ലാൻഡ് ആയിട്ടുള്ള ചെയ്തൊരു കാര്യമൊന്നും അല്ലായിരുന്നു. ഞങ്ങളുടെ മെയിൻ ഒരു ഇതെന്ന് പറഞ്ഞാൽ റൈഡ് ചെയ്യുക. ഞങ്ങൾക്ക് മൂന്നാർ, വയനാട്, കൂർഗ്, ബാംഗ്ലൂർ, മൈസൂർ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ ഡെസ്റ്റിനേഷൻസ്. ശരിക്കും പറഞ്ഞാൽ ആസ് എ ലേമൻ നമ്മുടെ ഏറ്റവും വലിയ ലോങ് എന്നൊക്കെ പറയുന്ന അന്നത്തെ കാലത്ത് മൈസൂറൊക്കെ ആയിരുന്നു. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ ഞങ്ങളൊരു ഗ്രൂപ്പ് വേറെ 1-2 ബൈക്കിംഗ് ഗ്രൂപ്പുകാരുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ SDയെ പറ്റി 1-2 പ്രാവശ്യം പുച്ഛിച്ച് സംസാരിച്ചപ്പോൾ എന്തുകൊണ്ട് ലഡാക്ക് പൊക്കൂടാ എന്നുള്ളൊരു ചിന്ത വന്നു. അങ്ങനെ ഞങ്ങൾ ലഡാക്കിൽ പോകാനായിട്ട് ഫസ്റ്റ് ഒരു പ്ലാൻ ഇടുന്നു. അപ്പോൾ പ്ലാൻ ഇടുന്ന സമയത്ത് ഞാനും എൻ്റെ കൂടെ ക്രൈസ്ലർ പഠിച്ച 2 ഫ്രണ്ട്സും, ഒരു അരുണീപ്പനും പിന്നെ എൻ്റെ പേരുള്ള ശ്രീജിത്ത്, ഒരു എയർഫോഴ്സിൽ വർക്ക് ചെയ്യുന്ന ഞങ്ങൾ 3 പേരും കൂടെ പ്ലാൻ ഇട്ട് അങ്ങനെ ഫസ്റ്റ് എൻ്റെ ഒരു റോഡ് കിങ്ങിലും പിന്നെ മൊണാർക്ക് എന്ന് പറയുന്ന വണ്ടിയിലുമായിട്ട് ഞങ്ങൾ ഫസ്റ്റ് ലഡാക്ക് ഞങ്ങൾ 3 പേരായിട്ട് പോയി. അപ്പോൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നോ ഒന്നും ഞങ്ങൾക്കൊരു പ്ലാനില്ലായിരുന്നു. പക്ഷേ ഫോർച്ചുനേറ്റ്ലി തിരിച്ച് കാശ്മീർ കന്യാകുമാരിയും കൂടെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഞങ്ങൾ ചണ്ഡീഗഡ് പോയി ഇറങ്ങിയിട്ട് 3 പേര് 3 ഇടത്തു നിന്നാണ് വന്നത്. ഒരാൾ ആസാമിൽ നിന്ന്, ഒരാൾ ബാംഗ്ലൂരിൽ നിന്ന്, ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന്. അങ്ങനെ വന്ന് ഞങ്ങൾ
പോവുകയാണ് ചെയ്തത്. ചണ്ഡീഗഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, മണാലി, ലഡാക്ക്. അപ്പോൾ എല്ലാവരും പറഞ്ഞു വണ്ടി വഴിയിൽ നിൽക്കും, വണ്ടി കേടാവും. പക്ഷേ ബൈ ഗോഡ്സ് ഗ്രേസ് ഞങ്ങൾക്ക് യാതൊരു അപകടം പറ്റിയില്ലെന്ന് മാത്രമല്ല, വണ്ടിക്കൊരു സ്പെയർ, ഒരു പ്ലഗ് പോലും ഫസ്റ്റ് ട്രിപ്പിന് ഞങ്ങൾ മാറിയിട്ടില്ല. അത് തിരിച്ചു വന്ന് കഴിഞ്ഞതിന് ശേഷമാണെന്ന് തോന്നുന്നു ഈ വണ്ടി പലരും വന്ന് ചോദിക്കാൻ തുടങ്ങി, ഇത് വിൽക്കുന്നുണ്ടോ ആ ഒരു രീതിയിൽ. പണ്ട് ആർക്കും വേണ്ടാതെ നടന്നതാണ്. ഞാൻ എൻ്റെ ഒരു വണ്ടികളും 10,000 രൂപയ്ക്ക് മുകളിൽ എടുത്തിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ പറയുന്ന പോലെ 50,000 60,000 രൂപ ആയത് ഞങ്ങളുടെ ഒരു ട്രിപ്പുകൾ കൊണ്ടാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഞങ്ങളെല്ലാവരും പിന്നെ അതിന് ശേഷം ഒരു ലഡാക്ക് വന്നു 2013. അത് ട്രിവാൻഡ്രം കാലിക്കറ്റിലുള്ള ഒരു 3 പേര് പ്ലസ് ബോംബെയിലുള്ള ഒരു 3-4 പേര്, അങ്ങനെ കുറച്ച് പേര് ചേർന്നിട്ടൊരു പോയി. അതും സക്സസ്ഫുള്ളി തിരിച്ചു വന്നു. ലഡാക്കിൽ പോകാമെന്ന് വെച്ചാൽ പണ്ടും ഒക്കെ ഇച്ചിരി ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് 2 റിവർ ക്രോസ് ഉണ്ട്, പിന്നെ ഓഫ് റോഡിംഗ് ആണ്, സ്ലഷ് ഉണ്ട്. മണാലിയിൽ നിന്ന് തിരിച്ചു കഴിഞ്ഞ് റോത്തങ് പാസ് വരെ ഫുൾ സ്ലഷാണ്, നമുക്ക് മുട്ടറ്റം ചെളിയായിരിക്കും. അപ്പോൾ ഇതെല്ലാം അറിഞ്ഞു വേണം ഒരാൾ ട്രിപ്പ് പ്ലാൻ ഇടാൻ. പക്ഷേ SD പോവുക ഇനിയും ഞങ്ങൾ പോകും. ഇനി ഞങ്ങൾ അടുത്ത വർഷം ഭൂട്ടാനാണോ ലഡാക്കാണോ അത് ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. എന്തായിരുന്നാലും ഒരു ട്രിപ്പ് 2018 ഉണ്ടാവും ഞങ്ങളുടെ സ്മോക്കിംഗ് ബാരൽസിൻ്റെ വക. അതിന് ഞങ്ങൾ ഓൾറെഡി ഒരു 10-12 പേര് ഇൻട്രസ്റ്റഡ് ആണ്. ബട്ട് എൻഡ് ഓഫ് ദ ടൈം അറ്റ്ലീസ്റ്റ് ഒരു 5 പേരെങ്കിലും പോകുന്നതാണ് വിശ്വാസം.